ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിലെ നവീകരിച്ച നൊട്രാഡാം കത്തീഡ്രലിന്റെ കൂദാശകർമ്മത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. ഈ അവസരത്തിൽ ചടങ്ങിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുമെന്ന് സ്ഥിരീകരണം. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ ക്ഷണം സ്വീകരിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കി. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ട്രംപിന്റെ ആദ്യത്തെ വിദേശയാത്രയായിരിക്കും ഇത്. ക്രൈസ്തവ വിശ്വാസപരമായ കാര്യങ്ങളിൽ ട്രംപ് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഇതിന്റെ പ്രകടമായ ഉദാഹരണമായാണ് ട്രംപിന്റെ ഈ തീരുമാനത്തെ പൊതുവെ നോക്കിക്കാണുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനെ ട്രംപ് അഭിനന്ദിച്ചു. നൊട്രാഡാമിനെ അതിന്റെ പൂർണ്ണമായ മഹത്വത്തിലേക്ക് പുനഃസ്ഥാപിച്ചുവെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു അത്ഭുതകരമായ ജോലിയാണ് മാക്രോൺ നിർവഹിച്ചതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അതേസമയം 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാർ പള്ളിയുടെ പുനർസമർപ്പണ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. കൂദാശകർമ്മം നടക്കുന്ന ഡിസംബർ 7-ന് അമേരിക്കയിലെ പള്ളികളിൽ മണികളെല്ലാം മുഴക്കണമെന്ന് അമേരിക്കൻ മെത്രാൻ സമിതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെ നൊട്രാഡാം ദേവാലയം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ഗതാഗത നിയന്ത്രണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേക ക്ഷണിതാക്കൾക്കും സ്ഥിരം താമസക്കാർക്കും മാത്രമേ പള്ളി സ്ഥിതി ചെയ്യുന്ന സെയിൻ നദിയിലെ ദ്വീപിലേക്ക് പ്രവേശനാനുമതിയുള്ളൂ.